കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ ചെറുപ്രായത്തില് ജനനം എന്താ മരണം എന്താന്നൊന്നും ഇവൻ അറിയില്ല. അങ്ങനെയുള്ള ഒരു ചെറിയ കുഞ്ഞിന്റെ കൈകൊണ്ട് ഇങ്ങനെ പിണ്ടം വെക്കാൻ പറയുന്നല്ലോ. ഇത് ന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലേ? എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്റെ മകൻ ജീവനോടെ ഇല്ലെന്നാ ഞാൻ കരുതുന്നത്. ജീവനോടെ ഉണ്ട് എന്നുള്ളത് എന്റെ വിശ്വാസം. നിന്റെ ചേട്ടൻ ജീവനോടെ ഉണ്ടെന്നുള്ളതിന് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? അതുപോലെ ഏട്ടൻ മരിച്ചുപോയി എന്ന് പറയുന്നുണ്ടല്ലോ, അതിനുള്ള തെളിവ് എന്താ ഉള്ളത്? കണ്ടോടാ, കണ്ടോ? വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയ നല്ല അറിവൊക്കെ കിട്ടുമെന്നും ലോകപരിചയമൊക്കെ നേടുമെന്നും നീ പറഞ്ഞു. അപ്പോഴേ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അത് കേൾക്കാതെ നീ അമേരിക്കയിൽ വിട്ടു. പക്ഷേ ഇവൾ അറിവ് നേടുന്നതിന് പകരം പിടിവാശി മണ്ടത്തരോ പഠിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോടാ? എന്റെ അറിവില്ലായ്മയല്ല മുത്തശ്ശി. നിങ്ങളുടെ ആചാരത്തിനും വിശ്വാസത്തിനും ഒന്നും ഞാൻ ഒരിക്കലും എതിരല്ല. ഞാൻ അതിനെ എല്ലാം ബഹുമാനിക്കുന്നുണ്ട്. ഞാനിവിടെ അന്ധവിശ്വാസത്തിനെ കുറിച്ചാ ചോദിക്കുന്നത്. ശാസ്ത്രവും പരീക്ഷണവും ഒക്കെ മാത്രം പഠിച്ചു വെച്ചാ പോരാ. മരിച്ചവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കിൽ വർഷം തോറും കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ആചാരമാണ്. ആ ആചാരങ്ങളെയാണ് നമ്മൾ പിന്തുടരുന്നത്. അങ്ങനെയുള്ളപ്പോ ശാസ്ത്രം പറഞ്ഞ് നീ എന്തിനാ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നത്? ചോദ്യം ചെയ്യാൻ മാത്രല്ല, നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ലെന്നാ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നീ എന്താ തർക്കിക്കുവാണോ? ശാസ്ത്രവിധികളെ പറ്റി നിനക്ക് എന്താണ് അറിയാവുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അത്രയും എനിക്ക് അറിയണമെന്നില്ല. പക്ഷേ ഞാനും ഒരുപാട് പഠിച്ചവളാച്ച. എനിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുണ്ടച്ച. നിനക്ക് എന്തറിയാമെന്ന്? മനുഷ്യൻ ജനിക്കുന്നത് മുതൽ മണ്ണോട് മണ്ണായി ചേരുന്നത് വരെ പേര് വിളിക്കുന്നത്, തൊട്ടില് കിടത്തുന്നത്, ചോറ് കൊടുക്കുന്നത്, അങ്ങനെ ഒരാളുടെ മരണം വരേക്കും ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടച്ച. ഈ ചടങ്ങുകളൊക്കെ മനുഷ്യന്റെ ഉടലിന് വേണ്ടി ചെയ്യുന്നല്ലാതെ മനുഷ്യനില്ലാതെ ചെയ്യാൻ പാടില്ലാന്ന് നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുധർമ്മത്തിൽ തന്നെയാ പറഞ്ഞിട്ടുള്ളത്. ശാസ്ത്രപ്രകാരം നിങ്ങൾ ഈ പറയുന്ന പിണ്ടം വെക്കലൊക്കെ ശരീരം ദഹിപ്പിച്ചതിന് ശേഷമാണ് അച്ഛ ചെയ്യേണ്ടത്. നിങ്ങൾക്കൊക്കെ ശാസ്ത്രം നന്നായി അറിയാവുന്നതല്ലേ? പറയേ. അതേ മോളെ, ശാസ്ത്രപടി നോക്കിയാൽ ശവദാഹം നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരം ചടങ്ങുകൾ ചെയ്യാൻ പാടുള്ളൂ. കേട്ടില്ലേ? അതുമാത്രല്ല, ഏട്ടൻ മരിച്ചെന്ന് പറയുന്നല്ലോ. ഏട്ടന്റെ ശരീരത്തിന് നിങ്ങൾ കൊള്ളിവെച്ചോ? നിങ്ങൾ ദഹിപ്പിച്ചോ? ഏട്ടൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ളതിന് എന്താണ് തെളിവെന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചു. ഏട്ടൻ മരിച്ചു പോയി എന്നുള്ളതിന് നിങ്ങളുടെ കൈവശമുള്ള തെളിവ് എന്താണ്? ഏട്ടന്റെ ഡെഡ് ബോഡി നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? കണ്ടായിരുന്നോന്ന്? ഏട്ടന്റെ ശരീരം പോലും നിങ്ങൾ കണ്ടിട്ടില്ല. അതിനുള്ളിൽ ഏട്ടൻ മരിച്ചു എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു? ഏട്ടന്റെ ശരീരം ദഹിപ്പിക്കാതെ എന്തിനാ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്നേ? എന്നോട് നിങ്ങൾ എല്ലാവരും ശാസ്ത്രത്തെ പറ്റി ആചാരത്തെ പറ്റിയും പറയുന്നു എന്നല്ലാതെ നിങ്ങളൊക്കെ ചെയ്യുന്നത് ശാസ്ത്രപടി ശരിയായ കാര്യമല്ല, സമ്പ്രദായത്തിനും എതിരായിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്കാർക്കും ഇതുവരെയും തോന്നിയതേയില്ലേ? ഒരാളെ കാണാനില്ലെന്നൊരു കേസ് കൊടുത്തു എന്നിരിക്കട്ടെ, ഗവൺമെന്റ് പോലും 8 വർഷം കഴിഞ്ഞതിന് ശേഷമേ മിസ്സിംഗ് കേസിനെ ഡെഡ് ലൈൻ ഡിക്ലറേഷനായിട്ട് എടുക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾ മാത്രം കാണാതായി 2 വർഷം ആയപ്പോഴേക്കും മരിച്ചുപോയിന്ന് ഡിക്ലെയർ ചെയ്തു. എന്നുവെച്ചാ നിങ്ങളൊക്കെ നമ്മുടെ ധർമ്മത്തിന് മാത്രമല്ല, നമ്മുടെ നാടിന്റെ തന്നെ നിയമത്തിന് എതിരായിട്ടാണ് നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലേ? നമ്മൾ വിചാരിച്ച പോലെ അല്ലടി, ഭവാനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. അയ്യോ, അവളെല്ലാം അറിഞ്ഞതുകൊണ്ടാ ഇപ്പൊ സുപ്രീം കോടതി ജഡ്ജിയെ പോലെ നമുക്ക് മുമ്പിൽ നിന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അബദ്ധം വിളിച്ചു പറഞ്ഞാ അവളുടെ വായിൽ നിന്ന് നല്ലത് കേൾക്കും. അതുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ മിണ്ടാതെ നിന്നാ മതി. നമ്മുടെ ആചാരങ്ങളെയും ചടങ്ങുകളെയും ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അച്ഛാ.
പ്ലീസ് അച്ഛ, ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്കാനായിട്ടൊന്ന് ശ്രമിക്കണം. പ്ലീസ്. കൃഷ്ണദാസ്, കൃഷ്ണദാസ്, എന്താ കാര്യം? ഈ നിൽക്കുന്ന ആള് സാറിന്റെ മകന്റെ ഫ്രണ്ടാണ്. സാറിനോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു വന്നതാണ്. ഇയാൾ എന്റെ ഏട്ടന്റെ ഫ്രണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഏട്ടനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കാം. എന്തിനാ വന്നേ? കൃഷ്ണനാഥ പണിക്കർ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാൻ വന്നതാ. എന്താണ് നിനക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ളത്? വീണ്ടും നിന്നെ ആരുടെ ഈ നാളിലോട്ട് കയറ്റിയത്? ഇത്രയും നാളും ചെയ്തതൊന്നും നിനക്ക് മതിയായില്ലേ? എന്നിട്ട് ഒരു നാണമില്ലാതെ വന്നിരിക്കുന്നോ? അങ്കിൾ, അത് പിന്നെ ആരാടാ നിന്റെ അങ്കിൾ? നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ? വീണ്ടും എന്തിനാ വന്നത്? നിങ്ങളെന്നെ നാട്ടിൽ നിന്ന് വിലക്കിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അങ്കിളിന്റെ മകൻ മരിച്ചത്, അങ്കിളിന്റെ മകൾ ഇവിടേക്ക് വന്നത്, ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് സംസാരിക്കാനാ ഞാൻ ഇവിടേക്ക് വന്നത്. മരിച്ചവരെ പറ്റിയും ജീവിച്ചിരിക്കുന്നവരെ പറ്റിയും എന്തു പറയാനാ? എനിക്കൊന്നും കേൾക്കണ്ട. പോകാൻ നോക്ക്. അത് പിന്നെ അങ്ങൊന്നിന് ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് അറിയാന്നുള്ളതുകൊണ്ടാ ഇവനെ ഈ നാട്ടിൽ കയറാൻ ഞങ്ങൾ സമ്മതിക്കാത്തത്. ഈ ചെറുക്കനാണ് ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാതെ ഈ വീട്ടിലോട്ട് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. ഇങ്ങോട്ട് വരാൻ അവനാരാ? കൂട്ടിക്കൊണ്ടുവരാൻ ഇവനാരാ? നിന്നെ പോലൊരുത്തന്റെ കൂടെ കൂട്ടുകൂടിയതുകൊണ്ട് എനിക്കെന്റെ മകനെ നഷ്ടപ്പെട്ടത്. വീണ്ടും നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇനി ആരുടെ ജീവനാ നിനക്ക് വേണ്ടത്? അമ്മേ, എല്ലാം അറിയാവുന്ന ആളല്ലേ അമ്മ. അമ്മയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കമ്മേ. എന്താ പറയാൻ പോകുന്നത്? ഇതിന്റെ കാരണക്കാരൻ ഞാനല്ല, ഞാനൊരു സാധു. ഇതൊക്കെ നിങ്ങളുടെ മകനാണ് ചെയ്തതെന്നല്ലേ പറയാൻ പോകുന്നത്? അതല്ല അങ്കിൾ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സത്യത്തിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ നിർത്ത്. വേണ്ട, എന്റെ കൺമുന്നിൽ നിന്നെ ഇനി കണ്ടുപോകരുത്. ഇവിടുന്ന് പൊയ്ക്കോ. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങൾ എന്നെ കൊന്നാലും കുഴപ്പമില്ല. സർ, വധശിക്ഷയ്ക്ക് വിധിച്ച കുറ്റവാളിയോട് പോലും അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇതിപ്പോ സാറിന്റെ മോനെ പറ്റി എന്തോ സംസാരിക്കാൻ വന്നതാ. അത് കേൾക്കാനുള്ള മനസ്സ് കാണിച്ചൂടെ? ഇയാൾ പറയാൻ പോകുന്ന സാറിന് ഉപകാരമാവുമെങ്കിലോ? ഇയാൾ പറയുന്നത് കേൾക്കുന്നുണ്ട് സാറിന് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അവൻ പറയുന്നത് ഞാൻ കേൾക്കാൻ തയ്യാറായാൽ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങളാരും കേൾക്കരുത്. മനസ്സിലായോ?
ഞാൻ പറയാൻ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞാൽ ശരിക്കും നിങ്ങൾ എന്നെ ദൈവത്തെ പോലെ കാണും. അത് കേൾക്കാത്തത് കൊണ്ടാ ഞാനൊരു ഭ്രാന്തനെ പോലെ തിരിച്ചു പോവുകയാണ്. ഉറപ്പായിട്ട് ഒരു നാൾ നിങ്ങൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കും. പക്ഷെ അതറിയുന്നത് വരെ ഈ നാട്ടിൽ എന്തൊക്കെ ആപത്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി വിവേകമോ കാണിക്കേണ്ടത്, അല്ലാതെ പിടിവാശിയല്ല. ഇയാളെ പോയി കണ്ട എന്റെ ഏട്ടനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാം. എന്റെ ഏട്ടന് എന്താ സംഭവിച്ചെന്നും അറിയാം. പക്ഷെ ഇങ്ങനെ ഇയാളെന്താ ഇങ്ങോട്ട് വന്നേ? മുത്തശ്ശി എന്നെ അന്വേഷിച്ചായിരുന്നോ? ഇല്ല, അതല്ല. നിങ്ങളോടൊന്ന് സംസാരിക്കാനാ ഞാൻ വന്നത്. ഭവാനി ഇപ്പോ ആ പയ്യനോട് എന്ത് സംസാരിക്കാനായിരിക്കും പോയിരിക്ക? പറഞ്ഞോളൂ. താങ്ക്സ്. അല്ല, എന്തിന്? എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്താണോ അതോ ന്യായമാണെന്ന് തോന്നിയതുകൊണ്ട് ചെയ്താണോന്ന് അറിയില്ല. എന്റെ ഏട്ടന്റെ ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ അയാളുടെ വീട്ടുകാര് അയാൾ പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. അയാൾക്ക് പറയാനുള്ളത് എന്താന്ന് കേട്ടിരുന്നെങ്കിൽ അതൊരു വലിയ ഉപകാരമായേനെ. ഇവര് രണ്ടുപേരും കൂടെ എന്താ സംസാരിക്കണേന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ വീട്ടുകാരായാലും ശരി, നാട്ടുകാരായാലും ശരി, ആരെന്ത് വേണേലും വിചാരിച്ചോട്ടെ, പക്ഷെ എന്റെ ഏട്ടൻ ജീവനോടെ ഉണ്ടെന്ന് തന്നെ എന്റെ വിശ്വാസം. ഇവിടെ വന്ന അയാള് ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്ന അത്രയും കെഞ്ചുന്നത് കണ്ടപ്പോ എന്റെ ഏട്ടനെ കാണാതെ പോയതിനുള്ള കാരണം എന്താന്ന് അയാൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നി. അതിനു വേണ്ടിയാ സത്യം ബോധ്യപ്പെടുത്താനായിട്ട് അയാൾ അത്രയും ശ്രമിച്ചത്. യു ആർ റൈറ്റ്. ഞാനും അത് തന്നെ ചിന്തിച്ചത്. ഈ നാട്ടുകാർ എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് ആരെയും പേടിക്കാതെ ഇയാളുടെ വീട്ടുകാരെ കാണാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ചേട്ടനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം അയാൾക്ക് അറിയാമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതെ, അങ്ങനെ അല്ലെങ്കിൽ അയാൾ ഇത്രയും റിസ്ക് എടുക്കില്ലായിരുന്നു. അയാൾ ഇവിടെ വന്നതുകൊണ്ട് എന്റെ ഏട്ടന് എന്താ സംഭവിച്ചെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്കിപ്പോ നല്ല വിശ്വാസമുണ്ട്. നാട്ടുകാരെയൊക്കെ സമ്മതിപ്പിച്ച് ധൈര്യമായിട്ട് അയാൾ എന്റെ വീട് വരെ കൊണ്ടുവന്നില്ലേ. യു ഹാവ് ഗിവൻ മീ എ റേ ഓഫ് ഹോപ്പ്. അതുകൊണ്ട് നിങ്ങളോട് താങ്ക്സ് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. താങ്ക്സ് എ ലോട്ട്. പെണ്ണുങ്ങളത് കണ്ടാ മതി. നോക്കി കറക്കിയെടുക്കാമെന്നും സംസാരിച്ച് വീഴ്ത്താമെന്നും എല്ലാ ആണുങ്ങൾക്കും ഒരു ചിന്തയുണ്ട്. പെണ്ണുങ്ങളെ വളച്ചെടുക്കാൻ നോക്കുന്ന നിന്നെ പോലുള്ളവരെയൊക്കെ നേരിൽ കാണുന്നത് തന്നെ വെറുപ്പാ. അതും പോരാഞ്ഞ സ്വപ്നത്തിലും കൂടി കാണണോ? പ്ലീസ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. താങ്ക്സ് അ ലോട്ട്. ഞാൻ അയാളോട് താങ്ക്സ് പറയേണ്ടത്. എന്തിന്? ആദ്യമായിട്ടാ ഇയാൾ എന്നോട് ഇത്രയും കൂളായിട്ട് സംസാരിക്കുന്നത്. എന്തായിരിക്കും ഇവര് രണ്ടുപേരും ഇത്ര സീരിയസ് ആയിട്ട് പറയുന്നേ? എന്നാ ശരി.
വിളിച്ചാ ഞാൻ നോക്കുമായിരുന്നല്ലോ. ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന എന്തിനാ? ഞാനോ? ഇയാളൊന്ന് തിരിഞ്ഞു നോക്കിയേ. ഇവൾക്ക് ഇത് എന്ത് പറ്റി? അവൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യാന്ന് 100 തവണ എന്നോട് വന്ന് പരാതി പറഞ്ഞോണ്ടിരുന്നവളാ. പക്ഷെ ഇപ്പൊ അവരെ കാണുമ്പോ എനിക്ക് അങ്ങനെയൊന്നും അല്ലെന്നാ തോന്നുന്നേ. സോറി. ഇയാളെന്നോട് താങ്ക്സ് പറഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് പോലും ആയില്ല. അതിനുമുമ്പേ സോറി പറഞ്ഞത് മോശമല്ലേ? അത് പിന്നെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ. കൃഷ്ണനാഥ പണിക്കരോട് സത്യം പറയാന്ന് വിചാരിച്ചപ്പോ അദ്ദേഹം അതിന് സമ്മതിക്കുന്നില്ല. എന്റെ കൺമുന്നിൽ നിന്നെ ഇനി കണ്ടുപോകരുത്. ഇവിടുന്ന് പൊയ്ക്കോ. അവൻ പറയുന്നത് ഞാൻ കേൾക്കാൻ തയ്യാറായാൽ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങളാരും കേൾക്കരുത്. മനസ്സിലായോ? ശരിക്കും ഭവാനിയെങ്കിലും അവളുടെ ചേട്ടനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ വേണ്ടി വരുമായിരിക്കും. നാട്ടിൽ കാലെടുത്ത് കുത്താൻ പാടില്ലെന്ന്. എന്നാ ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞാലോ അതും വയ്യ. കാര്യം അറിയാതെ എന്നെ കൊച്ചു പിള്ളേരെ തല്ലുന്നത് പോലെ അങ്ങ് തല്ലുക. എന്ത് ചെയ്യും ഞാൻ? ഇവരാരും അമ്മയുടെ ഭക്തന്മാരല്ല, ദുഷ്ടന്മാരാ. ഒരാളോ 2 ആളോ അല്ല, എല്ലാവരും ഭ്രാന്തന്മാരാ. ഇവർ ഈ സത്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ നാട് മുഴുവൻ ചുടുകാടായി മാറും. അപ്പൊ സന്തോഷാവോ? സന്തോഷാവോ? പറയൂ. ഇയാളിപ്പോ സാറിന്റെ മോനെ പറ്റി സംസാരിക്കാനാ വന്നത്. അതിനുള്ളൊരു അവസരം കൊടുത്തൂടെ? അയാള് സംസാരിക്കാൻ ശ്രമിച്ചപ്പോ അച്ഛനൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞത് എന്താ? എന്തിനാ അയാളെ നാട് കടത്തിയത്? ഉറപ്പായിട്ടും അയാൾ എന്തോ പറയാനാ വന്നത്. നാട് കടത്തിയിരിക്കുന്ന ആളെന്നൊക്കെ ബോധ്യമുണ്ട്. വന്നാൽ അയാളുടെ ജീവൻ ആപത്താണെന്നും അറിയാം. അതൊന്നും നോക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ഏട്ടൻ എന്താ സംഭവിച്ചെന്ന് അയാൾക്കറിയാം. കണ്ടേ പറ്റൂ. എങ്ങനെയെങ്കിലും അയാളെ കണ്ടേ പറ്റൂ. ആദിത്യ, എന്നോട് ക്ഷമിക്കട. ആരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലടാ. അതെ ചേട്ടാ.